നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ, ഹെഡ്ലൈൻസ്. ഭാരതാംബ വിവാദത്തിൽ ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിൽ. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. KS അനിൽകുമാറിനെതിരായ നടപടി. ഗവർണർക്കെതിരെ അനുചിതമായ പെരുമാറ്റം ആരോപിച്ച് VC-യുടെ തീരുമാനം സിൻഡിക്കേറ്റ് നിലപാട് മറികടന്ന് കോടതിയെ സമീപിക്കുമെന്ന് രജിസ്ട്രാർ. VC-യുടെ അമിതാധികാര പ്രയോഗത്തിൽ സർക്കാർ ഇടപെടുമെന്ന് മന്ത്രി R. ബിന്ദു. ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സിസ തോമസിന് കേരള സർവകലാശാല VC-യുടെ അധിക ചുമതല. കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ റഷ്യൻ സന്ദർശനത്തിന് അവധിയെടുത്ത സാഹചര്യത്തിലാണ് നടപടി. 24 സൂപ്പർ എക്സ്ക്ലൂസീവ്. വയനാട് ഹേമചന്ദ്രൻ കൊലക്കേസിൽ അന്വേഷണം തുടരുന്നതിനിടെ 24-നോട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി പ്രതി നൌഷാദ്. മൃതദേഹം കുഴിച്ചിടുന്നതിന് മുമ്പ് പഞ്ചസാരയും പെട്രോളും ഒഴിച്ചു. കുഴിച്ചിട്ടത് ബത്തേരി സ്വദേശിയുടെ നിർദ്ദേശപ്രകാരം. തർക്കം നോട്ടിരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടെന്നും നൌഷാദ്. ഹേമചന്ദ്രന്റേത് ആത്മഹത്യയെന്ന പ്രതിയുടെ വാദം തള്ളി പോലീസ്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് തന്നെയെന്ന് അന്വേഷണ സംഘം. സെൻസറിംഗ് വിവാദത്തിൽ സിനിമ കാണാൻ ഹൈക്കോടതി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയിൽ തീരുമാനം ഉടൻ. ശനിയാഴ്ച ജസ്റ്റിസ് നഗരേഷ് പാലാരിവട്ടം ലാൽ മീഡിയയിൽ സിനിമ കാണും. കോടതി നിലപാട് നിർമ്മാതാക്കളുടെ ഹർജിയിൽ. കോടതിയിൽ പ്രതീക്ഷയെന്ന് സംവിധായകൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരവസ്ഥ വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസ് ഹസനെ തള്ളി സർക്കാരും CPI-ഉം പിന്തുണച്ച് CPI. ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതിപക്ഷത്തിന് വടി നൽകിയെന്ന് MV ഗോവിന്ദനും സജി ചെറിയാനും. ആശുപത്രിയിൽ വർഷങ്ങളായി ലഭിക്കാതിരുന്നവ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ എത്തിയെന്ന് ഡോക്ടറുടെ ചോദ്യം. മന്ത്രിമാർക്ക് ഭീഷണിയുടെ സ്വരമെന്ന് പ്രതിപക്ഷ നേതാവ്. 24 എക്സ്ക്ലൂസീവ്. സ്കൂളുകളിലെ സൂംബ നൃത്തത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട അധ്യാപകനും വിസ്ഡം നേതാവുമായ TK അഷ്റഫിനെതിരെ നടപടി. സസ്പെൻഡ് ചെയ്യാൻ TAM സ്കൂൾ മാനേജ്മെന്റ് തീരുമാനം. നടപടി DDE-യുടെ നിർദ്ദേശപ്രകാരം. അംഗീകരിക്കില്ലെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും SYS-ഉം. സർക്കാർ ശമ്പളം വാങ്ങി സർക്കാരിനെതിരെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി. വയനാട് പുനരധിവാസത്തിനായി പണം പിരിച്ചിട്ടും വീടുകൾ നിർമ്മിക്കാത്ത വിഷയത്തിൽ പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ്. ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും പിൻവലിച്ചിട്ടില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. മേജർ ക്യാപ്റ്റൻ വിശേഷണങ്ങളിൽ KPCC യോഗത്തിൽ നേതാക്കൾക്ക് വിമർശനം. DGP നിയമന വിവാദത്തിൽ വിശദീകരണവുമായി P. ജയരാജൻ. കൂത്തുപറമ്പ് പരാമർശം മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു. മന്ത്രിസഭയുടെ തീരുമാനത്തെ എതിർത്തിട്ടില്ല എന്നും P. ജയരാജൻ. റവാഡ ചന്ദ്രശേഖരന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മറുപടി. ജയരാജൻ പറഞ്ഞത് ശരിയെന്ന് MV ഗോവിന്ദൻ. 24 എക്സ്ക്ലൂസീവ്. മൂവാറ്റുപുഴ സ്വദേശി മുഖ്യപ്രതിയായ ഡാർക്ക് നെറ്റ് ലഹരി വിൽപ്പന കേസിൽ നിർണായക വിവരങ്ങൾ 24-ന്. ലഹരി മരുന്ന് വാങ്ങിയവർക്ക് എഡിസൺ ഡിസ്കൗണ്ട് നൽകി. 70 ലക്ഷത്തിന്റെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തിയെന്ന് കണ്ടെത്തൽ. പ്രതിയുടെ വീട് അടച്ചിട്ട നിലയിൽ. എഡിസന്റെ ചിത്രം 24-ന്. കേസിൽ 3 പേർ കൂടി പിടിയിൽ. ആലപ്പുഴ ഓമനപ്പുഴയിൽ അരും കൊല. പിതാവ് മകളെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. 28-കാരിയായ ഏഞ്ചൽ ജാസ്മിനെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ തോർത്തു മുറുക്കി. പ്രതി ജിസ്മോൻ പോലീസിന്റെ കസ്റ്റഡിയിൽ. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. സർക്കാർ നിയോഗിച്ച 7-അംഗ വിദഗ്ധ സംഘം നിർദ്ദേശിച്ച ചികിത്സ തുടരുന്നു. VS-നെ ആശുപത്രിയിൽ സന്ദർശിച്ച് CPI-എം നേതാക്കളായ EP ജയരാജനും PK ശ്രീമതിയും. അഡ്വക്കേറ്റ് പ്രതീഷ് വിശ്വനാഥിനെ സംസ്ഥാന ഭാരവാഹിയാക്കാനുള്ള ശ്രമത്തിൽ BJP-യിൽ ഭിന്നത. നീക്കത്തിൽ എതിർപ്പുമായി ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. സംസ്ഥാന ഭാരവാഹികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് AP അബ്ദുള്ളക്കുട്ടി ലെഫ്റ്റായി. രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനത്തിൽ RSS-നും കടുത്ത അതൃപ്തി. തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടു. വാർത്ത നിഷേധിച്ച് പ്രതീഷ് വിശ്വനാഥ്. ഒരു പാർട്ടിയുടെയും ഭാരവാഹിത്വത്തിലേക്കില്ലെന്ന് വിശദീകരണം. കരുവന്നൂരിലേക്ക് CBI വരില്ല. സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കില്ല. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. തീരുമാനം വിചാരണ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ. വിസ്മയ കേസ് പ്രതി കിരൺ കുമാറിന് ജാമ്യം. ശിക്ഷാവിധി മരവിപ്പിച്ച് സുപ്രീം കോടതി. ഹൈക്കോടതിയിലെ അപ്പീലിൽ തീരുമാനമെടുക്കും വരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചു. 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട കിരൺ കുമാർ നിലവിൽ പരോളിൽ. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്.
തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് പാറമടയിൽ മലയാളി യുവാവ് മുങ്ങിമരിച്ചു. കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടത് നിലമ്പൂർ സ്വദേശി മുഹമ്മദ് അഷ്മിൽ. കോൺഗ്രസിൽ ഖദർ വിവാദം. ഖദർ വസ്ത്രത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് യൂത്ത് കോൺഗ്രസുകാരോട് അജയ് തറയിൽ. മുതലാളിത്തത്തിനെതിരായ ഏറ്റവും വലിയ ആയുധമാണ് ഖദർ എന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രതീകമായി ഖദറിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ. പാലക്കാട്ടെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആശിർ നന്ദയുടെ ആത്മഹത്യാ കേസിൽ നിയമോപദേശം തേടി പോലീസ്. കേസിൽ അധ്യാപകരെ പ്രതി ചേർക്കുന്നതിൽ അവ്യക്തത. ആത്മഹത്യാക്കുറിപ്പിലെ കയ്യക്ഷരം ആശിർ നന്ദയുടേത് തന്നെയെന്ന് പോലീസ്. പ്രായപൂർത്തിയാകാത്തവരിലെ അകാല മരണത്തിന് കോവിഡ് വാക്സിനുമായി ബന്ധമില്ല എന്ന് ICMR പഠനം. ഇന്ത്യയിലെ കോവിഡ് വാക്സിനുകൾ സുരക്ഷിതമാണെന്നും പാർശ്വഫലങ്ങൾ അപൂർവമാണെന്നുമാണ് പഠനത്തിലുള്ളത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി കേസുകളിൽ വൻ വർധന. പ്രതിദിന പനിബാധിതരുടെ എണ്ണം 10,000 കടന്നു. ഒരു മാസത്തിനിടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 1951 പേർക്ക്. SFI ദേശീയ സമ്മേളനത്തിന് കോഴിക്കോട്ടെ സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ പ്രധാനാധ്യാപകൻ അനുകൂലമായി AEOയുടെ റിപ്പോർട്ട്. സ്കൂളിൽ പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് ക്ലാസ് വിട്ടതെന്നും പഠിപ്പ് മുടക്കെന്ന് കാണിച്ച് SFI കത്ത് നൽകിയിരുന്നു എന്നുമാണ് റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവധി നൽകിയത്. നിയമലംഘനങ്ങൾക്ക് പിടികൂടുന്ന വാഹനങ്ങൾക്കും കണ്ടുകെട്ടുന്ന വാഹനങ്ങൾക്കും പ്രത്യേക കേന്ദ്രവുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്ഥലപരിമിതി മറികടക്കാനാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെ കേന്ദ്രങ്ങൾ തുടങ്ങുക. വാഹനം സൂക്ഷിക്കുന്നതിന് തുക വാഹന ഉടമയിൽ നിന്നും ഈടാക്കും. സർക്കാർ പദവികളിൽ ചെയർമാൻ പദം ഇനി ഉപയോഗിക്കില്ല. ചെയർമാൻ പ്രയോഗത്തിന് പകരം ചെയർപേഴ്സൺ എന്നുപയോഗിക്കാൻ ഭരണപരിഷ്കാര വകുപ്പിന്റെ ഉത്തരവ്. ജെൻഡർ നിഷ്പക്ഷ പദം ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. കാലടി സംസ്കൃത സർവകലാശാലയിലെ നിയന്ത്രണങ്ങൾക്കെതിരെ SFI പ്രതിഷേധം. സർവകലാശാല അഡ്മിനിസ്ട്രേഷൻ കവാടത്തിന് മുന്നിൽ കറുത്ത ബാനർ കെട്ടി പ്രതിഷേധിച്ചു. ആലപ്പുഴ ചാരുമൂട് മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ RBI ഗവർണർക്ക് പരാതി നൽകി കുടുംബം. മിനി മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിനെതിരെയാണ് പരാതി. നിയമവിരുദ്ധമായ പലിശ ഈടാക്കുന്നു എന്ന് പരാതിയിൽ പറയുന്നു. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകി. ഇന്ത്യയും അമേരിക്കയും ഒപ്പിടാൻ പോകുന്ന വ്യാപാര കരാർ ക്ഷീരകർഷകർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഈ വിഷയം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. പാൽവില വർധനയിൽ മിൽമയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. വിവാദ പരാമർശവുമായി വടകര നഗരസഭാ മുൻ അധ്യക്ഷൻ E ശ്രീധരൻ. അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥന്റെ കാല് തല്ലിയൊടിച്ച പാരമ്പര്യമുണ്ട്. നഗരസഭാ ഓഫീസിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഉണ്ടെന്നും E ശ്രീധരൻ പറഞ്ഞു. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-ന്. മോഹൻലാൽ പ്രസിഡന്റായ ഭരണസമിതി കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് രാജിവെച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ ആരോപണങ്ങളെ തുടർന്നായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെച്ചത്. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. മൂന്നാർ ഗ്യാപ് റോഡിൽ സാഹസിക യാത്രകൾക്ക് അറുതിയില്ല. കുട്ടികളെ കാറിന്റെ ഡോറിലിരുത്തി വാഹനമോടിച്ചു. കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിലാണ് അപകടയാത്ര. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ടിപ്പർ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. പിക്കപ്പ് വാൻ ഡ്രൈവർ ഷഫീഖിന് പരിക്കേറ്റു. പാലക്കാട് പട്ടാമ്പിയിൽ അമ്മയുടെ മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ച 6 വയസ്സുകാരന് ദാരുണാന്ത്യം. പുല്ലാശ്ശേരിക്കര സ്വദേശിനി കാനികം കൃഷ്ണകുമാറിന്റെ മകൻ ആരവാണ് മരിച്ചത്. ദേശീയപാത 66-ൽ വീണ്ടും ഗർത്തം. കാസർഗോഡ് പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ് ഗർത്തം രൂപപ്പെട്ടത്. 4 അടിയിലധികം താഴ്ചയിലാണ് കുഴി രൂപപ്പെട്ടത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ബിരിയാണി ചെമ്പ് ഉൾപ്പെടെ വാടകയ്ക്കെടുത്ത ശേഷം മാക്രിക്കടയിൽ വിറ്റു. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ 24-ന്. തൃശൂർ കുന്നംകുളത്ത് ഗൃഹനാഥനെ തെരുവുനായ ആക്രമിച്ചു. കാണിപ്പയൂർ സ്വദേശി ശശികുമാറിനാണ് കടിയേറ്റത്. നായ്ക്ക് പേ വിഷബാധയെന്ന് സംശയം. ഓൺലൈൻ തട്ടിപ്പിലൂടെ 23 ലക്ഷത്തോളം രൂപ കൈക്കലാക്കിയ 2 പേർ കോഴിക്കോട്ട് പിടിയിലായി. എസ്റ്റേറ്റ് മുക്ക് സ്വദേശി അഹമ്മദ് നിജാദ്, കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ജസീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം മഞ്ചേരിയിൽ ഫർണിച്ചർ കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ 4 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് 9.46 ഗ്രാം MDMA പിടിച്ചെടുത്തു. പാലക്കാട് ജില്ലാ കളക്ടറുടെ പേരിൽ തട്ടിപ്പിന് ശ്രമം. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാണ് പ്രിയങ്ക GIASന്റെ പേരിൽ തട്ടിപ്പിന് ശ്രമം നടത്തുന്നത്.
കാർഗിൽ വിജയ് ദിവസ് വാർഷികത്തോടനുബന്ധിച്ച് സൈനികരുടെ വീടുകൾ സന്ദർശിച്ച് പ്രണാമമർപ്പിക്കുന്ന ഘർഘർ ശൗര്യ സമ്മാൻ ഉത്സവവുമായി സൈന്യം. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് സന്തോഷ് കുമാറിന്റെ വീട്ടിൽ കാർഗിൽ സെക്ടറിൽ നിന്നുള്ള സൈനികരെത്തി. ആദരസൂചകമായി ബഹുമതിയും പ്രശംസാപത്രവും സന്തോഷ് കുമാറിന്റെ ഭാര്യ പ്രിയയ്ക്ക് കൈമാറി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച നായിക് BN രാധാകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രമർപ്പിച്ച് സൈനികർ. സൈനിക കൂട്ടായ്മയായ ആലപ്പുഴ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവ്. NCC കേഡറ്റ്സും സൈനിക കൂട്ടായ്മയിലെ അംഗങ്ങളും പങ്കെടുത്തു. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ നാട്ടുകാരെ വിരട്ടി ഓടിച്ച് കാട്ടാന. പ്രദേശത്ത് ആഴ്ചകളായി കാട്ടാന ശല്യം പതിവെന്ന് പരാതി. കൊല്ലത്ത് 1.5 കിലോയോളം കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിൽ. കടയ്ക്കൽ കുമ്മിൾ സ്വദേശി സച്ചിനാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വലിയ പാറക്കല്ല് വീണു. അപകടമൊഴിവായത് തലനാരിഴയ്ക്ക്. അപകടാവസ്ഥയിലുള്ള നിരവധി പാറക്കല്ലുകൾ ഗ്യാപ്പ് റോഡ് ഭാഗത്തുണ്ടെന്നും നീക്കം ചെയ്യണമെന്നും ആവശ്യം. കാട്ടാന പടയപ്പ വീണ്ടും ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ. ഗുണ്ടുമല ന്യൂ ഡിവിഷനിലാണ് കാട്ടാന ഇറങ്ങിയത്. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പത്തനംതിട്ട കോന്നി ആനക്കൊട്ടിലിൽ കുട്ടിയാന ചെരിഞ്ഞു. കൊച്ചയ്യപ്പൻ എന്ന ആനയെയാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ തെരുവുനായ ആക്രമണം. ജീവനക്കാരിക്കും കോളേജിലെത്തിയ വിദ്യാർത്ഥിക്കും കടിയേറ്റു. എറണാകുളം ജില്ലാ കോടതിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന് തെരുവുനായുടെ കടിയേറ്റു. തൃശൂരിൽ പൊതുവിടത്ത് കക്കൂസ് മാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധരെ പിന്തുടർന്ന് പിടിച്ച് ആംബുലൻസ് ഡ്രൈവർമാർ. ലോറിയെ ആംബുലൻസ് പിന്തുടരുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കോഴിക്കോട് എടച്ചേരിയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു സ്കൂട്ടറിലിടിച്ച അപകടം. ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ താർ ജീപ്പിനടിയിൽ തെറിച്ചു വീഴുകയായിരുന്നു. ദൃശ്യങ്ങൾ 24-ന്. കണ്ണൂർ ഇരുവേരിയിൽ സഹോദരങ്ങളായ BJP പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 12 CPIM പ്രവർത്തകർക്ക് 7 വർഷം കഠിന തടവ്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2015 ഫെബ്രുവരി 25-നായിരുന്നു ആക്രമണം. ശാശ്വതീകാനന്ദ സ്വാമികളുടെ 23ാമത് സമാധി വാർഷികത്തിന്റെ ഭാഗമായി ശിവഗിരി മഹാസമാധിയിലും ശാശ്വതീകാനന്ദ സ്വാമികളുടെ സ്മൃതി മണ്ഡപത്തിലും സ്വാമി സൂക്ഷ്മാനന്ദയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം V. ജോയ് MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമി അധ്യക്ഷത വഹിച്ചു. ശിവഗിരി യുവജനവേദി ഏർപ്പെടുത്തിയ വിദ്യാനിധി സഹായമായ 10,000 രൂപ വിദ്യാർത്ഥികൾക്ക് കൈമാറി. സ്മൃതി മണ്ഡപത്തിൽ നടന്ന പ്രാർത്ഥനയിലും പുഷ്പാർച്ചനയിലും മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജിംഗ് ഡയറക്ടർ G. മോഹൻദാസ്, ശിവഗിരി യുവജനവേദി ഭാരവാഹികളായ ഷിബു കിളിമാനൂർ, കടകംപള്ളി സനൽകുമാർ, ചെമ്പഴന്തി ജയമോഹൻലാൽ അടക്കമുള്ളവർ സംസാരിച്ചു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കോഴിക്കോട് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നരിക്കുനി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റിന്റെ ഒഴിവ്. അഭിമുഖം ഈ മാസം 14-ന്. തിരുവല്ല മാഞ്ഞാടി ഡക്ക് ഫാക്ടറി ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കർഷകർക്ക് പരിശീലനം. 5 മുതൽ 10 വരെയാണ് പരിശീലനം നൽകുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 11-ന് നടക്കും. സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്ററിന്റെ വിവിധ പ്രോജക്ടുകളിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സ്കാനിംഗ് വിഭാഗത്തിൽ റേഡിയോളജിസ്റ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 10-ന്. മാവേലിക്കര ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ മടത്തുംപടി ഗേറ്റ് നാളെ വൈകിട്ട് 6 വരെ അടച്ചിടും. നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. ദേശീയ വാർത്തകൾ. കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളുടെ ഫോൺ കോൾ രേഖകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കുന്നു. പ്രതികൾ വിദ്യാർത്ഥിനിക്ക് ഇൻഹേലർ വാങ്ങി നൽകിയതായി കണ്ടെത്തൽ. സംഭവം നടന്ന ലോ കോളേജ് വൈസ് പ്രിൻസിപ്പലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തമിഴ്നാട് ശിവഗംഗയിലെ കസ്റ്റഡി മരണത്തിൽ പ്രതിഷേധം ശക്തം. AIADMK BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശിവഗംഗയിൽ പ്രതിഷേധിച്ചു. കൊല്ലപ്പെട്ട അജിത് കുമാറിന്റെ സഹോദരന് തമിഴ്നാട് സർക്കാർ ജോലി നൽകി. പാർലമെന്റിലെ പുകയാക്രമണ കേസിൽ 2 പ്രതികൾക്ക് ജാമ്യം. നീലം ആസാദിനും മഹേഷ് കുമാവത്തിനുമാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് ഗൂഢാലോചനയാണെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. BJPയുടെ ഉത്തരവുകൾ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നും തേജസ്വി യാദവ്. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോൾ ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ ബാനർ കെട്ടി പ്രതിഷേധിക്കുകയാണ്. ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർസിപ്പി തോറ്റു, ബാക്കി എന്താണ് എഴുതിയത് എന്ന ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്കൊക്കെ എന്നിട്ടാണോ രാജേന്ദ്ര എന്ന വാക്കുകൾ എഴുതിക്കൊണ്ടാണ് അവിടെ SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ രജിസ്ട്രാർ ABC സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ കടുത്ത പ്രതിഷേധം ഗവർണർക്ക് നേരെ, VCക്ക് നേരെയൊക്കെ SFIയും DYFIയും ഒക്കെ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നമ്മൾ കണ്ടിരുന്നു. SFIയുടെ പ്രതിഷേധ മാർച്ച്, അതിന് പിന്നാലെ DYFIയുടെ പ്രതിഷേധ മാർച്ച്. ഗവർണർ ഭരണഘടനാ ലംഘനം നടത്തുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് SFIയും DYFIയും ഒക്കെ. സർക്കാരും ഈ VCയുടെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമിതാധികാര പ്രയോഗത്തിലേക്ക് VC കടന്നു എന്ന വിമർശനം മന്ത്രി R ബിന്ദു ഉയർത്തിയിരുന്നു. വീണ്ടും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തെരുവിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ കേരള സർവകലാശാലയുടെ മെയിൻ ഗേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഗവർണർക്കെതിരെ ബാനർ കെട്ടുകയാണ് SFI പ്രവർത്തകർ. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിനു, വീണ്ടും ഒരു ബാനർ കെട്ടിയൊക്കെയുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് ഇപ്പോൾ സർവകലാശാലയിൽ സംഭവിക്കുന്നത്, റിനു? വീണ്ടും SFIയുടെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നത്. കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ SFI പ്രവർത്തകർ ഗവർണർക്ക് എതിരെ ബാനർ ഉയർത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ SFI രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ച് വലിയ രീതിയിൽ സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. DYFIയും വലിയ രീതിയിൽ ഒരു പ്രതിഷേധം മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ SFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ സർവകലാശാല, കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഒരു ബാനർ കെട്ടുന്നത്. ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർസിപ്പിയും തോറ്റുമടങ്ങി, എന്നിട്ടാണോ രാജേന്ദ്ര എന്നാണ് ഈ ബാനറിൽ ഇവർ മുദ്രാവാക്യമായി ഉയർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വരും ദിവസങ്ങളിൽ നാളെ 11 മണിയോടുകൂടി രാജ്ഭവനിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചിന് വേണ്ടി ഇവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സിസ തോമസിന് ചുമതല നൽകിയിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും സിസ തോമസും തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റവും അല്ലെങ്കിൽ സംഘർഷ സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായതാണ് എന്നുള്ളതാണ്. SFI അവരെ തടയുന്ന സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പോയതാണ്. നാളെ സർവകലാശാല ആസ്ഥാനത്തേക്ക് അവർ വരികയാണെങ്കിൽ SFIയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും SFI ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ബാനർ കെട്ടിയിരിക്കുന്നു. സർസിപ്പിയും അതുപോലെ തന്നെ മുസോളിനിയും ഹിറ്റ്ലറും എല്ലാം തോറ്റു, എന്നിട്ടാണോ രാജേന്ദ്ര എന്നുള്ളതാണ്. നമുക്ക് SFIയുടെ ഭാരവാഹികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗവർണർ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സമരം നടത്തുമെന്നുള്ളതാണ്. ഇവിടെ പ്രതിഷേധിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്താനും എല്ലാവർക്കും അധികാരവും അവകാശവും ഉള്ളതാണ്. അപ്പോൾ ഗവർണർ ഗവർണർക്കെതിരെ കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ബാനർ ഉയർത്തിയിരിക്കുകയാണ് SFI പ്രവർത്തകർ. ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർസിപ്പിയും തോറ്റ് മടങ്ങി, എന്നിട്ടാണോ രാജേന്ദ്ര എന്നെഴുതിയ ബാനറാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് മുന്നിൽ SFI പ്രവർത്തകർ ഉയർത്തിയിരിക്കുന്നത്. റിനു ശ്രീധർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 100 ന്യൂസിലേക്ക് വീണ്ടും. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ 15 ദിവസത്തിനിടെ ഒരു റോഡ് 7 തവണ തകർന്നു. റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ ലാബ് പരിശോധനയ്ക്ക് അയച്ചു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ. ഐ ലവ് യു പറയുന്നത് പോക്സോ കുറ്റമല്ല എന്ന് ബോംബെ ഹൈക്കോടതി. 17-കാരിയെ തടഞ്ഞു നിർത്തി ഐ ലവ് യു പറഞ്ഞയാളുടെ ശിക്ഷ റദ്ദാക്കി. ഇത് വൈകാരിക പ്രകടനം മാത്രമാണെന്നും ലൈംഗികാതിക്രമമായി കാണാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ക്വാഡ് യോഗം. കുറ്റവാളികളെയും ധനസഹായം നൽകുന്നവരെയും എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ പ്രസ്താവന. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. 24 മണിക്കൂറിനിടെ ഹിമാചൽ പ്രദേശിൽ മാത്രം 5 മരണം റിപ്പോർട്ട് ചെയ്തു. 16 പേരെ കാണാതായി.
ഉത്തർപ്രദേശിൽ കാർ നിയന്ത്രണം വിട്ട് ഹോട്ടലിലേക്ക് ഇടിച്ചു കയറുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അപകടത്തിൽ ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. ജന്മദിനാഘോഷ ചടങ്ങിനിടെ അപകടമുണ്ടായത് ഉത്തർപ്രദേശിലെ ഹാപൂരിൽ. മുംബൈയിലെ സബർബൻ ട്രെയിനിൽ നവജാത ശിശുവിനെ തന്ത്രപരമായി ഉപേക്ഷിച്ച് സ്ത്രീ മുങ്ങി. ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് സഹയാത്രക്കാരുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൈമാറുകയായിരുന്നു. മുംബൈയിൽ മറാഠി സംസാരിക്കാത്തതിന് ഹോട്ടൽ ഉടമയ്ക്ക് മർദ്ദനം. MNS പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് പരാതി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ട്രെയിനിൽ ചാടിക്കയറാൻ ശ്രമിക്കവേ വീണ സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിടിവിട്ട് താഴെ വീണ സ്ത്രീയെ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. ഗുജറാത്ത് ഹൈക്കോടതിയിലെ ഓൺലൈൻ വാദത്തിനിടെ ബിയർ കുടിച്ച അഭിഭാഷകൻ. മുതിർന്ന അഭിഭാഷകൻ ഭാസ്കർ തന്നയ്ക്കെതിരെ ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടി തുടങ്ങി. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ്. ഇറാനു വേണ്ടി ജർമ്മനിയിൽ ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഡാനിഷ് പൗരന് അറസ്റ്റിൽ. ചാരവൃത്തി ആരോപണം നിഷേധിച്ച് ഇറാൻ. അബ്രഹാമിക് പ്രവാചകന്മാരെ ചിത്രീകരിക്കുന്ന കാർട്ടൂൺ നിർമ്മിച്ചതിന് തുർക്കിയിൽ 4 പേർ അറസ്റ്റിൽ. മതമൂല്യങ്ങളെ പരസ്യമായി അപമാനിച്ചു എന്ന കുറ്റത്തിന് ഇസ്താംബുൾ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ സെനറ്റിൽ പാസായി. 3 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്തതോടെ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വോട്ടാണ് ടൈ ബ്രേക്കറായത്. തായ്ലൻഡ് പ്രധാനമന്ത്രി പെയ്തോങ് തെരൻ ഷിനവത്രയെ ഭരണഘടനാ കോടതി സസ്പെൻഡ് ചെയ്തു. കംബോഡിയൻ മുൻ പ്രധാനമന്ത്രി ഹുൻ സെന്നുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ തായ്ലൻഡ് രാജാവിനെ അപകീർത്തിപ്പെടുത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് ഷിനവത്രയുടെ രാജി ആവശ്യപ്പെട്ട് രാജ്യത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത്. ദലൈലാമയുടെ 90ാം പിറന്നാളിൽ ചൈനക്കാരനല്ലാത്ത പിൻഗാമിയെ പ്രഖ്യാപിക്കുമെന്ന ആശങ്കയിൽ ചൈന. ചൈനീസ് ഡാമിനെതിരെ ടിബറ്റിൽ പ്രക്ഷോഭം, അറസ്റ്റ്, ലാത്തിച്ചാർജ്. തായ്ലൻഡിൽ പ്രധാനമന്ത്രിയെ സസ്പെൻഡ് ചെയ്ത് ഭരണഘടനാ കോടതി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനയുണ്ടായി. 1 ഗ്രാമിന് 9,065 രൂപയാണ് വില. 1 പവൻ സ്വർണ്ണത്തിന് 360 രൂപ വർദ്ധിച്ച് 72,520 രൂപയായിട്ടുണ്ട്. 6,099 കോടിയുടെ 2000 രൂപ നോട്ട് പ്രചാരത്തിൽ. 98.29% നോട്ടുകൾ തിരിച്ചെത്തിയെന്ന് RBI. 19 RBI ശാഖകളിലൂടെ നോട്ട് മാറ്റിയെടുക്കാം. ഇന്ത്യ പോസ്റ്റ് വഴി അയച്ചും നോട്ട് മാറ്റാം. വിദേശ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ട്രംപിന്റെ ഇരുട്ടടി. വിസ കാലാവധി പരിമിതപ്പെടുത്താൻ നീക്കം. തിരിച്ചടി ഉണ്ടാകുക വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റേഴ്സ്, ഫോറിൻ ഇൻഫർമേഷൻ മീഡിയ പ്രതിനിധികൾക്ക്. കായിക വാർത്തകൾ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ 1ാം സീഡ് അരീന സബലെങ്കയ്ക്ക് ജയം. 2ാം റൗണ്ടിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ മാരി ബോസ്കോവിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാനലോ മാർക്യൂസ് പുറത്ത്. ടീമിന്റെ മോശം പ്രകടനത്തിന് പിന്നാലെയാണ് നടപടി. ലൂയിസ് സുവാരസ് ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഡിസംബറിൽ ഇന്റർ മയാമിയുമായുള്ള കരാർ അവസാനിച്ചാൽ സുവാരസ് വിരമിച്ചേക്കും. ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്റെ ക്വാർട്ടർ ലൈനപ്പായി. ഫ്ലുമിനൻസ് അൽ ഹിലാലിനെയും പാൽമിരിയാസ് ചെൽസിയെയും നേരിടും. PSG, ബയൺ, റയൽ ബറൂസിയ വമ്പൻ പോരാട്ടങ്ങളും ക്വാർട്ടറിൽ. മലയാള താരം സഞ്ജു സാംസനെ ടീമിലെത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ്. സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റിലെ പ്രധാനികളിലൊരാൾ സ്ഥിരീകരിച്ചതായി വിവരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബംഗ്ലാദേശ് പര്യടനം മാറ്റിവെക്കാൻ സാധ്യത. സർക്കാരിൽ നിന്ന് NOC കിട്ടാത്ത സാഹചര്യത്തിലാണ് നീക്കം. ഓഗസ്റ്റ് 17 മുതലാണ് പരമ്പര തുടങ്ങേണ്ടത്. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി സാംസ്കാരിക സിനിമാ വാർത്തകൾ. നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സർവം മായയുടെ പോസ്റ്റർ പുറത്ത്. അഖിൽ സത്യനാണ് സംവിധാനം. രാജേഷ് മാധവൻ പ്രധാന വേഷത്തിലെത്തുന്ന ധീരനിലെ ഗാനം പുറത്ത്. ഷെഫുവിന്റെ വരികൾക്ക് മുജീബ് മജീദാണ് സംഗീതം നൽകിയിരിക്കുന്നത്. അനൂപ് മേനോൻ പ്രധാന വേഷത്തിലെത്തുന്ന രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയുടെ പോസ്റ്റർ പുറത്ത്. മനോജ് പാലോടാണ് സംവിധാനം. വിക്രാന്ത് മാസി പ്രധാന വേഷത്തിലെത്തുന്ന ഹിന്ദി ചിത്രം ആങ്കോങ് കി ഗുസ്താക്കിയായുടെ ട്രെയിലർ പുറത്ത്. സന്തോഷ് സിംഗ് ആണ് സംവിധാനം. ബോളിവുഡ് ചിത്രം തൻവി ദ ഗ്രേറ്റ് ട്രെയിലർ പുറത്ത്. അനുപം ഖേറാണ് സംവിധാനം. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്.
ചാന്തുപൊട്ട് സിനിമയിലെ റീക്രിയേഷൻ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. നിരവധി പേരാണ് ഇതിനോടകം വീഡിയോ പങ്കുവച്ചത്. കണ്ടില്ല. ഓ അപ്പില് ചവിട്ടിയ പോലെ. പ്രിയ സഖി ഗംഗേ പയറു പറയൂ. അല്ല കുമാരേട്ടാ, ഇവ ശരിക്കും ആണാണ് അതോ പെണ്ണാണ്? എനിക്കത് ചെറുപ്പകാലം മൂലേ തുടങ്ങി. ഒമാനിൽ MTE ചെങ് 6 ചരക്ക് കപ്പലിലെ തീപിടുത്തത്തിന്റെ ചിത്രം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജം. പ്രചരിക്കുന്ന ചിത്രം MTE ചെങ് 6 ചരക്ക് കപ്പലിന്റേതല്ല. നാളെ അറിയാം. നാളെ ആലുവ നഗരസഭയിൽ പൂർണ്ണമായും ചൂർണിക്കര, കീഴ്മാട് പഞ്ചായത്തുകളിൽ ഭാഗികമായും ജലവിതരണം മുടങ്ങും. പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണിയും വാട്ടർ ടാങ്കിന്റെ ക്ലീനിങ്ങും നടക്കുന്നതിനാലാണ് വെള്ളം മുടങ്ങുക. ആലുവ ഇടത്തല ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ വാക്സിനേഷൻ കഴിഞ്ഞ 2 മാസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം നാളെയാണ്. രാവിലെ 9:30 വിതരണം ആരംഭിക്കും. കോഴിക്കോട് തിരുവമ്പാടി, പാറത്തോട്, അരിപ്പാറ എന്നിവിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് നിയന്ത്രണം. പത്തനംതിട്ട നൈപുണ്യ പരിശീലന പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 10 സെന്റ് തോമസ് കോളേജിൽ MG സർവകലാശാല VC ഡോക്ടർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് എലന്തക്കടവ്, മാവാതുക്കൽ, പുല്ലൂരാംപാറ എന്നിവിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. തൃശൂർ കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം 4 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. വടക്കാഞ്ചേരി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. മുംബൈയിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച അധ്യാപിക അറസ്റ്റിൽ. 16-കാരനെ ആഡംബര ഹോട്ടലുകളിലെത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു. 1 വർഷത്തോളം പീഡനം തുടർന്നതായി പോലീസ്. വിദ്യാർത്ഥിക്ക് മദ്യം നൽകിയാണ് പീഡിപ്പിച്ചത്. വിദ്യാർത്ഥിയെ വരുതിയിലാക്കാൻ ടീച്ചറെ സഹായിച്ച പെൺസുഹൃത്തും പിടിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസന്റെ ആരോപണത്തിൽ അന്വേഷണം നടത്തിയ 4-അംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.